മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പരാതി നൽകിയിട്ടുണ്ട്. കാസർകോട്ടെയും മലപ്പുറത്തെയും ജനപ്രതിനിധികളുടെ പേര് പരിശോധിച്ചാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാക്കാമെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രസ്താവന വന്നത്. ഈ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് ADGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. സജി ചെറിയാൻ ഇത് പറയുന്നത് വളരെ ബോധപൂർവമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ നാട്ടിൽ സാമുദായികപരമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം RSSന്റെ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അന്നേരം സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം ഈ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ RSSന്റെ 10 വോട്ടിന് വേണ്ടി ഈ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, അങ്ങനെ പരാതിയും കൂടി പോയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്? യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലാണ് ADGPക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നുള്ള സജി ചെറിയാന്റെ പ്രസ്താവന മതവിദ്വേഷം പറ്റുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ADGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പരാതിയും സജി ചെറിയാനെതിരെ കോൺഗ്രസ് നേതാവ് കൊടുത്തിട്ടുണ്ട്. ചെങ്ങന്നൂർ സ്വദേശിയും KPCC വക്താവുമായ VR അനൂപാണ് കുറച്ചു മുൻപ് സജി ചെറിയാനെതിരെ പരാതി നൽകിയത്. നമ്മൾ മുൻപ് പലതവണ സജി ചെറിയാൻ ഇത്തരത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടടക്കം വിവാദ പരാമർശങ്ങൾ നടത്തി കുഴപ്പത്തിലായ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവന ഇന്ന് കൊല്ലത്ത് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. പറഞ്ഞതിൽ യാതൊരു വിധമായ തെറ്റുമില്ലെന്നും കുറ്റബോധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഈ പോലീസിൽ നൽകുന്ന പരാതിയിൽ സാധാരണ നിലയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാകും കേസെടുക്കുക.